അങ്ങനെ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫുട്ബോൾ ലോകം ഏറെ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ് അർജന്റീന ഇംഗ്ലണ്ട് മത്സരം. ആര് വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് മുന്നേറും? നിലവിൽ കഴിഞ്ഞ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെ 3-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്കലോണിയുടെ സംഘം ഈ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ടീം 3-1 സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ നിശ്ചിത സമയത്ത് 1-1 പിരിഞ്ഞ അർജന്റീന പിന്നീട് അധിക സമയത്താണ് 2 ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. ഒരു ഗോൾ നേടിയ ശേഷം അർജന്റീന മോശം പ്രകടനമാണ് നടത്തിയതെന്ന് സ്കലോണിയും ലിയണൽ മെസ്സിയും തുറന്നു പറഞ്ഞിരുന്നു. അർജന്റീന വളരെ വലിയ രീതിയിൽ ഡിഫൻസിലോട്ട് ഉൾവലിയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായുള്ള പോരാട്ടത്തിൽ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സ്കലോണി ആലോചിക്കുന്നതായി അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാളത്തെ മത്സരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യത തന്നെയുണ്ട്. മധ്യനിരയിലാണ് സ്കലോണിക്ക് ഏറെ സംശയങ്ങളുള്ളത്. കാരണം കഴിഞ്ഞ 22-ലേതുപോലുള്ള മിന്നും ഫോമിലേക്ക് അർജന്റീൻ മധ്യനിര താരങ്ങൾ ഇതേവരെ എത്തിയിട്ടില്ല. എന്നാൽ ലിയാൻഡ്രോ പെരഡസ് മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും. റോഡ്രിഗോ ഡിപ്പോളും അലക്സിസ് മാക്കലിസ്റ്ററും കഴിഞ്ഞ ഫോമിലേക്ക് ഉയരാൻ ഇതുവരെ താരങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മധ്യനിരയിൽ സ്കലോണിക്ക് 2 സംശയങ്ങളുണ്ട്. അതിലൊന്ന് മാക്കലിസ്റ്ററിൻ്റെ കാര്യത്തിലാണ്. അലക്സിസ് മാക്കലിസ്റ്ററിനു പകരം നിക്കോ ഗോൺസലസിനെ പ്ലേയിങ് ലെവലിൽ കളിപ്പിക്കണമോ എന്നാണ് നിലവിൽ സ്കലോണിക്ക് സംശയമുള്ളത്. മാക്കലിസ്റ്റർ മിന്നും ഫോമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്നത് തന്നെയാണ് ആശങ്ക. അതേസമയം പകരക്കാരനായി കളത്തിലിറങ്ങുന്ന നിക്കോ ഗോൺസലസ് മിന്നും പ്രകടനം നടത്തുന്നുമുണ്ട്. ഇനി മറ്റൊരു സംശയം റോഡ്രിഗോ ഡിപ്പോളിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിന് പകരം യുവ സൂപ്പർ താരം ഗുലിയാനോ സിമിയോണിനെ പകരക്കാരനായി കളിപ്പിക്കണമോ എന്ന കാര്യവും സ്കലോണി ആലോചിക്കുന്നുണ്ട്. ഇന്നലെ അർജന്റീന കാൻസാസ് സിറ്റിയിൽ നടന്ന അവസാന പരിശീലന സെക്ഷനിൽ പ്ലേയിങ് 11-ൽ സൂപ്പർ താരമായ ഗുലിയാനോ സിമിയോൺ സ്ഥാനം പിടിച്ചിരുന്നു. ട്രെയിനിങ് സെക്ഷനിലുള്ള പ്ലേയിങ് 11-ലായിരുന്നു താരം ഡിപ്പോളിന് പകരം ഫസ്റ്റ് 11-ൽ സ്ഥാനം പിടിച്ചത്. സ്കലോണി കരുതുന്ന മറ്റൊരു മാറ്റം അർജന്റീനയുടെ റൈറ്റ് ബാക്കിലാണ്. നൗഹേൽ മളീനക്ക് പകരം ഗൊൺസലോ മോണ്ടിയലിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമോ എന്ന സംശയവും സ്കലോണിക്കുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും സ്കലോണി തുറന്നു പറഞ്ഞിട്ടില്ല. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിന്റെ റിപ്പോർട്ടുകളാണിതെല്ലാം. ഏതായാലും ഇംഗ്ലണ്ടിനെതിരെ വലിയ മാറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.